ഒരു രക്ഷാപ്രവർത്തനത്തിന് ശേഷം ഫയർ ഫൈറ്റേഴ്സ് ഫുഡ് കഴിക്കാനിരിക്കുന്നു. ക്യാപ്റ്റൻ എല്ലാവർക്കുമുള്ള ഫുഡുമായി വരുന്നു. എല്ലാവരും കൊതിയോടെ അത് കഴിക്കാനായി കാത്തിരിക്കുന്നു. പെട്ടെന്ന് എമർജൻസി അലാറം മുഴങ്ങുന്നു. ക്യാപ്റ്റൻ ഫുഡ് തിരികെ ഓവനിൽ തന്നെ കൊണ്ടുവയ്ക്കുന്നു. അതിനുശേഷം അവർ മരത്തിനു മുകളിൽ കുടുങ്ങിയ ഒരു പൂച്ചയെയും അതിന്റെ ഓണറിനെയും രക്ഷിക്കുന്നു. തിരിച്ചു വന്നവർ വീണ്ടും ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ വീണ്ടും എമർജൻസി അലാറം മുഴങ്ങുന്നു. ഇത്തവണ ഒരു പെണ്ണ് ഒരു സിംഹത്തിന്റെ മാസ്ക് ഊരാൻ കഴിയാതെ അകപ്പെട്ടിരിക്കുന്നു. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഓവനിലെ ഫുഡ് കരിഞ്ഞിരിക്കുന്നു. നോക്കുമ്പോൾ വീണ്ടും എമർജൻസി അലാറം മുഴങ്ങുന്നു. ഒരു ലേഡിയെ ഒക്ടോപ്പസ് അറ്റാക്ക് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഒരാൾ തിയേറ്ററിലെ ചെയറിനടിയിൽ പോയ ഫോൺ എടുക്കാൻ ശ്രമിച്ച് അതിനടിയിൽ കുടുങ്ങുന്നു. പിന്നീട് ഒരു കുട്ടി വാഷിംഗ് മെഷീനകത്ത് കുടുങ്ങുന്നു. അവർ ഫുഡൊന്നും കഴിക്കാതെ എല്ലായിടത്തും കൃത്യസമയത്തെത്തി എല്ലാവരെയും രക്ഷിക്കുന്നു. അതോടെ അന്നത്തെ തിരക്കവസാനിച്ചെന്ന് വിചാരിച്ച് അല്പം റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് ചിന്തിച്ച് അവർ ഫയർ സ്റ്റേഷനിലേക്ക് വരുന്നു. ഫയർ എഞ്ചിൻ അകത്ത് കയറ്റി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീണ്ടും അലാറം അടിക്കുന്നു. വന്നു നോക്കുമ്പോൾ ഒരു ഷോപ്പിംഗ് മാളിനകത്ത് ഹീലിയം സിലിണ്ടറിനടിയിൽ ഒരു ക്ലൗൺ കുടുങ്ങിക്കിടക്കുന്നു. അപ്പോൾ അവിടേക്ക് വന്ന ഈ രണ്ട് ഓഫീസേഴ്സും ക്യാപ്റ്റൻ സംസാരിക്കുന്നത് കേട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ചിരിക്കുന്നു. കാരണം ഹീലിയം ശ്വസിച്ചത് കൊണ്ട് തന്നെ ക്യാപ്റ്റന്റെ സൗണ്ട് ചേഞ്ച് ആയിരിക്കുന്നു. അവസാനം അവർ അവരെയും രക്ഷിച്ചതിനു ശേഷം ആശ്വാസത്തോടെ ഫയർ എഞ്ചിനിൽ കയറുന്നു. അന്നൊരു തിരക്ക് നിറഞ്ഞ ദിവസമായിരുന്നെന്നും ഇനിയെങ്കിലും റെസ്റ്റ് എടുക്കണമെന്നും പറയുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ഒരു ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് പോസ്റ്റ് അവരുടെ ഫയർ എഞ്ചിന് മുകളിലേക്ക് വീഴുന്നു. അവസാനം അവരെ രക്ഷിക്കാൻ അടുത്ത ഫയർ ഫൈറ്റേഴ്സ് വരുന്നു.